കോഴിക്കോട് കൊയിലാണ്ടിയിലെ ക്യാമ്പസിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനകത്തും ഞങ്ങൾ പരിശോധിക്കേണ്ടതും ഞങ്ങൾ തിരുത്തേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അവിടെ ഉണ്ടായ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കപ്പെട്ട ചില പദപ്രയോഗങ്ങൾ അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ്. SFI ഭാരവാഹിയുടെ SFI ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗമാണ്, ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ്. ഞങ്ങൾ നിശ്ചയമായും പരിശോധിക്കും, തിരുത്തും. അവിടെ ഇപ്പോ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാമ്പസിലെ അധികാരികൾ തന്നെ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ, പ്രിൻസിപ്പളിന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന SFI ഏരിയ പ്രസിഡന്റ് ദൃശ്യങ്ങൾ, അത് റിയാക്ഷനാണ്, അങ്ങനെയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നിലവിൽ ആ മാനേജ്മെന്റ് പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ ഒരു 10-15 മിനിറ്റ് മുമ്പ് ആ വരാന്തയിലുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിന് വേണ്ടി ഗുരുദേവ കോളേജിലെ മാനേജ്മെന്റ് തയ്യാറാകണം. ആ ക്യാമ്പസിനകത്ത് ഉണ്ടായത് അവിടെ ഹെൽപ്ലസ് പ്രവർത്തനം, സ്വാഭാവികമായും എല്ലാ ക്യാമ്പസിലും അഡ്മിഷൻ ഉൾപ്പെടെ 1ാം വർഷ വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഹെൽപ്ലസ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത് അനുവദിക്കില്ല എന്നുള്ള നിലപാട് ആ പ്രിൻസിപ്പൾ സ്വീകരിക്കുകയും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ SFIയുടെ ഏരിയ പ്രസിഡന്റ് ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിദ്യാർത്ഥി നേതാവിന്റെ ചെവി അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൾ തയ്യാറായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ലഭ്യമാവും. എന്നാൽ ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇടത് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു. 6 മാസത്തോളം ചികിത്സ തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ വിദ്യാർത്ഥിയുടെ കേൾവി ശക്തി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തിരിച്ചു ലഭ്യമാകൂ എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഈ നിലയിൽ വിദ്യാർത്ഥി നേതാക്കളെ ആക്രമിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നില സ്വീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അപ്പൊ അങ്ങനെ അടികിട്ടിയയാൾ തിരിച്ചു റിയാക്ട് ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. എന്നാൽ അതിൽ നിങ്ങൾ കൊടുത്ത വാർത്തയിലും ഞങ്ങൾക്ക് ആക്ഷേപമല്ല. കാരണം ഒരു SFI ഏരിയ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയല്ല റിയാക്ഷൻ ഉണ്ടാകേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് ആക്ഷേപമല്ല. എന്നാൽ ഒരു പ്രിൻസിപ്പൾ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചെവി അടിച്ച് പൊളിക്കുന്നതിൽ ഒരു പ്രശ്നവും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നില്ല, ഒരു കുഴപ്പമില്ല. ഒരു SFI ഏരിയ പ്രസിഡന്റ് ചെവിയുടെ കേൾവി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ഈ നാട്ടിൽ ഒരു വിഷയമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. സമാനമായ നിലയിൽ ഇനി വളരെ നിഷ്കളങ്കമായി നിഷ്പക്ഷമായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നിഷ്പക്ഷമാണ്, അത് നിഷ്പക്ഷമല്ല എന്ന് ഞങ്ങൾ വിമർശിക്കുന്നത് എന്തോ തെറ്റാണ് എന്നുള്ള പൊതുവെ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ മട്ടന്നൂര് NSS കോളേജിൽ KSUവിന്റെ ജില്ലാ ഭാരവാഹി പ്രിൻസിപ്പളെ തെറിവിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. അത് കാണുന്നത് കണ്ണൂരിലെ ചില പ്രാദേശിക ചാനലുകളുടെ ഓൺലൈൻ ചാനലുകളിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പ്രിൻസിപ്പളെ കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിക്കാം. അത് എന്തിനാന്നുള്ളതാ. നീറ്റ് ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ SFI നടത്തിയ വിദ്യാഭ്യാസ ബന്ദിനെ കോളേജിൽ ഈ മെമ്മോ കൊടുത്തു, കോളേജ് അടക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതിന്റെ പുറത്ത് ആ വിഷയത്തിന്റെ മുരട്ടൊക്കെ അവിടെ നിൽക്കുകയാണ്. അവിടെ ആ കോളേജിൽ സമരം നടന്നു എന്നുള്ളതിന്റെ പേരിൽ പ്രിൻസിപ്പളെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുക. അങ്ങനെ വിളിക്കുന്നതും കേരളത്തിൽ ഒരു മാധ്യമങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. നിങ്ങൾ നിഷ്പക്ഷമായി അല്ല ഇടപെടുന്നത് എന്ന് പറയാൻ കാരണം ഈ ദിവസങ്ങളിൽ 2-3 ദിവസം നിങ്ങളെ പ്രൈം ടൈം ചർച്ച മുഴുവൻ SFIയെ പഠിപ്പിക്കലും SFIയെ നന്നാക്കലും ഒക്കെയാണ്. ഒരു തർക്കമില്ല, നന്നാക്കിക്കോ, ഒരു കുഴപ്പമില്ല. എന്നാൽ ഇങ്ങനെ KSU നേതാവിന്റെ തെറിവിളി, പ്രിൻസിപ്പളിനെ തെറിവിളിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം, ഇന്നലെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഇന്ന് പ്രൈം ടൈമിൽ ചർച്ചയെടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം കേരളത്തിൽ തയ്യാറാകുമെന്നുള്ളതാണ്. ഒരൊറ്റ മാധ്യമം. SFI ബാധ്യതയാണ് എന്നുള്ളതാണ് ഇന്നലെയും ഇനിഞ്ഞാന്നും ചില മാധ്യമങ്ങളുടെ ടൈറ്റിലുകൾ. ഈ ഇടപെടുന്ന KSU ബാധ്യതയാണ് എന്ന് പറയുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം 1 മണിക്കൂർ സമയം മാറ്റിവെക്കുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഉയർത്താനുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പോരായ്മയുണ്ടായാൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന്, ഇതിനകത്ത് പല ഘട്ടത്തിലും അനുഭവം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ ഒരു ഇടപെടൽ കണ്ടാൽ അതിനെ തിരുത്താനും അത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താനും നിരന്തരം ശ്രദ്ധിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ. ഞങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. വളരെ ശക്തമായ ഓഡിറ്റിങ്ങിന് ഞങ്ങൾ വിധേയരാണ്, ഒക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പോരായ്മ വന്നാൽ ആ പോരായ്മ തിരുത്താനുള്ള ആർജവം ഞങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നാൽ ഏകപക്ഷീയമായിട്ടുള്ള വളരെ ആസൂത്രിതമായ ആക്രമണം ഉണ്ടാവുന്നു. മാധ്യമങ്ങളടക്കം അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു.
അതായത് രണ്ട് തരത്തിൽ വിമർശനം ഉണ്ടല്ലോ. ഒന്ന്, ഇത് തെറ്റ് ഉണ്ടാകരുത്, തിരുത്തണമെന്ന് കണ്ടുള്ള വിമർശനം. രണ്ട്, ഇതിനെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്ന നിലക്കുള്ള വിമർശനം. നിലവിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന് കുടപിടിച്ചുകൊണ്ട് ഈ സംഘടനയെ അങ്ങ് ഇല്ലാതാക്കി കളയണം എന്ന നിലയിലേക്കുള്ള വിമർശനം, എന്ന നിലയിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വിമർശനത്തിന്റെ സ്വഭാവമൊക്കെ മറികടക്കുന്നുണ്ട്, വിമർശനത്തിന്റെ സ്വഭാവമൊക്കെ കടന്ന് ആ നിലക്കുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രതിഷേധാർഹമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്.